ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടുമ്പോൾ ആ മരണപ്പെട്ട കുട്ടിക്ക് വേണ്ടി നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ നൂറുകണക്കിന് സ്ഥാപനത്തിൽ വെച്ച് ദുആ ചെയ്യാൻ ദ്വാരക്കാൻ ആഹ്വാനം ചെയ്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട സൂഫിവര്യനായ ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാരാണ്. അല്ലാഹുവേ, ആ കുട്ടിയുടെ ഖബറിനെ സ്വർഗ്ഗമാക്കി കൊടുക്കണം അല്ലാഹ്. ഫാത്തിമ റഹ്മാൻ മിൻഹ എന്ന് പറയുന്ന കുട്ടിയുടെ ഖബറിനെ വിശാലമാക്കണം അല്ലാഹ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെയുള്ള ഒരു ചെറിയ കുട്ടിയാണ്. പഠിച്ചവനെ ഖബറിനെ സ്വർഗ്ഗമാക്കണം അല്ലാഹ്, വിശാലമാക്കണം അല്ലാഹ്. അവരെ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കഴിവ് നൽകണമല്ല. അവരെ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കണമല്ല. സുഖലോക സ്വർഗത്തിലേക്ക് പൊന്നുമോളെ എത്തിക്കണമല്ല. നിന്റെ ദീന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കുട്ടി മരിച്ചത്. അല്ലാഹുവേ, ദീന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മരണപ്പെട്ട കുട്ടികൾ ഷഹീദിന്റെ കൂലിയാണെന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവേ, സമസ്തയുടെ ഫളീല കോഴ്സ് പഠിക്കുന്ന പൊന്നുമോള് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് മരണപ്പെട്ടത്. അല്ലാഹുവേ, ശുഹദാക്കളെ കൂട്ടത്തിലാ പൊന്നുമോളെ നീ ഉൾപ്പെടുത്തണമല്ലാ. ഷഹീദിന്റെ കൂലി കൊടുക്കണമല്ലാ. അവരുടെ വിശാലമാക്കി കൊടുക്കുമല്ലാ. അവരുടെ സ്വർഗ പൂങ്കാവനമാക്കണമല്ലാ. ഉമ്മമാരെ, ഇതൊക്കെയാണ് ഈ സ്ഥാപനത്തിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ. നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത് നല്ലതാ. ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ പറഞ്ഞേച്ച മക്കൾ പറഞ്ഞേച്ചാൽ എന്ത് നേട്ടമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതൊരു ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒരിക്കലും ഇതുപോലത്തെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഇതുപോലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കൊണ്ട് മഹാന്മാരെ ദുആ ചെയ്യിപ്പിക്കാൻ അവർക്കത് കഴിയുകയില്ല. അതുകൊണ്ട് ഈ സമസ്തയുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞാൽ എന്നാണ് മരിക്കുന്നറിയില്ല. 24 മണിക്കൂറും പ്രാർത്ഥന കിട്ടിക്കൊണ്ടേയിരിക്കും. 24 മണിക്കൂറും ദുആ കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലാഹു ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കൊക്കെ ഖൈറും ബർക്കത്തും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക.